ഹലോ നമസ്കാരം. ഭയങ്കര കടയാണ്, നല്ല കച്ചവടം. ചെരിപ്പടയല്ലേ? അങ്ങനെ ചോദിച്ചേ. ചെരുപ്പുകടയാണല്ലോ, പിന്നെ ബ്രെഡ് അടുക്കി വെച്ചേക്കാണെന്ന് ഓർത്തു. കുറെ എടുക്കട്ടെ. ഈ വേണ്ട, ചെരുപ്പുകടയാണെന്ന് കണ്ടാലോ പൊട്ടാ. അതെന്നെ വെറുതെ ചോദിച്ചതായി ആണാന്നറിയാൻ വേണ്ടി. പിന്നെ എനിക്കൊരു ഷൂസ് വേണം. ഫയർഫോഴ്സിൽ നിന്ന് വരുവാണ് ഇയാള്. അവിടെ കൊല്ലു അണ്ണാ, എനിക്കൊരു ഷൂസ് വേണം. മലയാളി കൊട ഇരിപ്പുണ്ടോ മലയാളി? മഴയല്ലേ, മഴ നനഞ്ഞ അവിടെ ഒന്ന് ചോദിച്ചോ. എന്താ വേണ്ടത് പറ. അതെ, എന്താ വേണ്ടത്? പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞ ചെരുപ്പുണ്ടോ? എങ്ങനെ കല്യാണം കഴിഞ്ഞ ചെരുപ്പ്? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ അറിഞ്ഞൂടെ അണ്ണ? ഈ കല്യാണം കഴിഞ്ഞ ചെരുപ്പ് എന്ന് പറഞ്ഞാലേ കെട്ടുള്ള ചെരുപ്പില്ലേ, ബൂട്ടീസ്. അതാണ് കല്യാണം കഴിഞ്ഞ ചെരുപ്പ്. അത് കെട്ടിയ ചെരുപ്പ്. ഈ കല്യാണം കഴിക്കാത്ത ചെരുപ്പുണ്ട്. ഈ കെട്ടാത്ത ഇങ്ങനെ തുറന്നു കിടക്കുന്ന ചെരുപ്പില്ലേ, അതാണ് കല്യാണം കഴിക്കാത്ത ചെരുപ്പ്. അതൊക്കെ അറിയാല്ലേ? ഭയങ്കര കോമഡിയാണ്. നിന്റെ ഈ വരവും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നിനക്കൊരു വിധവാ ചെരുപ്പ് തരേണ്ടി വരും. അതെന്തുവാ? നീ അടുത്തൊന്നും സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് നിന്നെ തല്ലിക്കൊല്ലും ഞാൻ. അപ്പൊ നിന്റെ ഭാര്യ എന്നാലും വിധവയാകുമല്ലോ. അപ്പൊ തരുന്ന ചെരുപ്പാണ് വിധവാ ചെരുപ്പ്. പിന്നെ ചോദിക്കണ്ട. ഈ ചെരുപ്പ് എത്ര രൂപയാണ്? നിനക്ക് അതേ കയറത്തുള്ളൂ. ഇനി വന്നേ. ഇതാണെങ്കിൽ അടിപൊളിയാണ്. എന്താണെന്നറിയാമോ? നമുക്ക് ക്ഷീണം വരുമ്പോ കയറി കിടക്കാം. പിന്നെ പ്രളയം വരുമ്പോ നമുക്ക് ഇതിന്റെ മണ്ടേ കയറി ഇങ്ങനെ ഒഴുകി പോകാം. നമുക്ക് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി വാനിയോ, പിന്നെ പറയട്ടെ, ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇഷ്ടം പോലെ ചെരുപ്പുണ്ട് ഇവിടെ. പറ്റിയ ചെരുപ്പ് ഞാൻ തരാം. ഓഹോ, അയ്യോ ഇടുക്കാച്ചി. ഇത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നല്ല പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ആണ്. സെറ്റപ്പ് സംഭവമാണ്. എത്ര രൂപ ഇത്? ഇത് 300 രൂപയാണ്. അയ്യോ കൂടുതലാ. ഒരു 250 രൂപ തന്നാൽ മതി. 50 രൂപ ഡിസ്കൗണ്ട് ആണ്. വേറെ ഒരു കടയിലും ഈ സംഭവം. 250 രൂപ കൂടുതലാ. കുഴപ്പമില്ല, 250 രൂപ കൂടുതല. 500 രൂപ ഉണ്ട്. രണ്ടെണ്ണം എടുത്തേ. അല്ല അതെ, ഹലോ, ബാക്കി എന്തിനു ബാക്കി? ഇത് 250 രൂപ, ഇത് 250 രൂപ. 500 രൂപയില്ല, ഞാൻ രണ്ടെണ്ണം എടുത്ത്. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കേണ്ട യാതൊരു ഗതികേടും നമുക്കില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ കണക്ക്, നമ്മൾ എപ്പോഴും കണക്ക് വേണം. കണക്ക് തെറ്റരുത്, എന്നാലേ നമ്മളെ ജീവിതം മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള ഒരു 10 പേര് വന്നിരുന്നെങ്കിൽ അല്ലേ